പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്ത് ദിക്റും ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എൻ്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോൾ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ഈ ജീവിതം എന്നും പറഞ്ഞിട്ട് 25 വർഷമായിട്ട് ഭർത്താവ് മരിച്ച സ്ത്രീ ടൂർ പോയതിന് ഒരു മൗലവി കത്തിക്കയറി കാണിക്കുന്നത്. ഇവർക്ക് പറയാൻ ഇഷ്ടം പോലെ കഥ ഈ രാജ്യത്തുണ്ടല്ലോ. ഈ മദ്രസകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പീഡനം നടക്കുന്ന കഥ ഇഷ്ടം പോലെ പറയാൻ പാടില്ലേ? ആ സ്ത്രീ എവിടെയെങ്കിലും ടൂർ പോയതിന് നിങ്ങൾക്ക് എന്തായിരിക്കും കുഴപ്പം? ഇവർക്ക് ഇഷ്ടം പോലെ കഥ കിട്ടുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് എന്തിനാ പറയണത്? അതും ഒരു സ്ത്രീയെ കുറിച്ച് ഈ മാതിരി സ്റ്റേജിൽ വിളമ്പിയിട്ട് ഇപ്പോൾ കേരളം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇദ്ദേഹത്തിനെതിരെ ചെറിയൊരു പരാതി കൊടുത്താൽ മതി, പോയി അകത്ത് ഉണ്ട തിന്നേണ്ടി വരും. അപ്പോൾ ഈ പറഞ്ഞ അണികളൊന്നും ഉണ്ടാവില്ല അവിടെ ഉണ്ട വാരിത്തരാൻ. വല്ലാത്ത ജാതി കേട്ടോ. ഇതൊക്കെ പറയേണ്ട വാക്ക് ഒന്നും മാത്രമേ ഉള്ളൂ, കുശുമ്പ്. അല്ലെങ്കിൽ വേറെ എന്താ വിളിക്കാതിനൊക്കെ? ആ സ്ത്രീയെ ഇത്രമാത്രം വൃത്തികെട്ട രീതിയിൽ ഇയാൾ പറയണമെങ്കിൽ ഇയാളുടെയൊക്കെ മനസ്സ് എന്തുമാത്രം പുഴുത്തിട്ടുണ്ടാവണം. വല്ലാത്ത ജാതി തന്നെ. ഏത് മതത്തിലെ ഏത് വിശ്വാസത്തിലാണ് പറഞ്ഞേക്കണം ഈ ടൂർ പോകാൻ പാടില്ലെന്ന്? ഇവനൊക്കെ ഉംറയ്ക്കും ഹജ്ജിനും അല്ലെങ്കിൽ അവിടെ സിയാറത്തിനും ഇവിടെ സിയാറത്തിനൊക്കെ പോകാം. ഒരു സ്ത്രീ അവിടെ പോയാലാണ് ഈ മാതിരി കോലാഹലം ഉണ്ടാക്കിയേക്കുന്നത്. ഇവനൊക്കെ ആ പറയുമ്പോൾ തന്നെ അവിടെ വച്ച് ചോദിക്കാൻ തയ്യാറാവണം ജനത.